ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറിയാവാം അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ചെയ്ത് നോക്കാം. ഇത് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, എണ്ണ, കടുക്, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് കേട്ടോ വേണ്ടത്. പിന്നെ കറിവേപ്പില നമ്മളിവിടെ മുറ്റത്തുണ്ടായതാണേ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാലോ? സാധാരണ കോമൺ ആയിട്ട് ചിക്കൻ കറിക്ക് ചെയ്യുന്ന പ്രോസസ്സിംഗ് ഒക്കെയാണ്, എങ്കിലും നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ ആദ്യം പാത്രം ചൂടായി കഴിയുമ്പോഴത്തേനും എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണേ. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് കടുകിട്ട് പൊട്ടിക്കുക. ചില ആൾക്കാർ ഉലുവ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ഇപ്പം ഞാൻ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ അത് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങളെല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകും കൂടെ ആദ്യം നമുക്കൊന്ന് വഴറ്റാം. അത് ഒന്ന് പകുതി വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലോണം ചതയ്ക്കണേ. അരിഞ്ഞിടുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റ് ചതച്ചിടുന്നതാണ്. അതാകുമ്പോഴത്തേന് വേഗം തന്നെ അതിൻ്റെ നീരും കാര്യങ്ങളും ഒക്കെ അതിലിറങ്ങിയിട്ട് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും കൂടെ ചതയ്ക്കുന്നതും നല്ലതല്ല, അതിങ്ങനെ കീറിയിടുന്നതും നല്ലതാണ് കേട്ടോ. ഇപ്പം ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം തക്കാളി, ഇപ്പം ഞാൻ ചെറുതായിട്ടാണ് തക്കാളി അരിഞ്ഞേക്കുന്നത്. ചില ആൾക്കാർ വട്ടത്തിൽ അരിഞ്ഞിടാറുണ്ട്, നീളത്തിൽ അരിഞ്ഞിടാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. ഈ ചെറുതായിട്ട് തക്കാളി അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമൊന്ന് വഴണ്ട് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ മസാല ഇറക്കാം. ഇപ്പം നമ്മൾ പച്ചമുളക് ഇട്ടിരിക്കണതുകൊണ്ട് വേറെ മുളക് പൊടിയൊന്നും ചേർക്കേണ്ടതില്ല. ഇപ്പം ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു 3 പച്ചമുളക് ഞാൻ ഇതിൽ കീറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ അഡീഷണലായിട്ട് മുളക് പൊടിയുടെയോ കുരുമുളക് പൊടിയുടെയോ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കിനി ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അരപ്പ് മൂപ്പിച്ചതിന് ശേഷം ചൂടുവെള്ളം. ഇപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ചൂടുവെള്ളം. 1 കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ തിളച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് നമ്മൾ ആദ്യം സവാള വഴറ്റിയ സമയത്ത് 1 നുള്ളി ഉപ്പ് ഇട്ടിരുന്നു, അതുകൊണ്ട് ഉപ്പ് നോക്കണം. എന്നിട്ട് നമ്മൾ ബാക്കി ഇടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം കറി ഏകദേശം ആയി എന്ന് തോന്നുന്ന സമയത്ത്, അതായത് ഇറച്ചിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്. അപ്പം അത് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, തേങ്ങ നമ്മൾ വറുത്ത് അരയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കണ്ട. നല്ലോണം മൂത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ അരയ്ക്കുമ്പം അത് ഒന്ന് കുഴഞ്ഞ് വന്നോളും. അപ്പം അതും കൂടെ ചേർത്ത് കറി ഒരു 2 മിനിറ്റ് തിളയ്ക്കാവുള്ളേ. അല്ലെങ്കിൽ ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ കുറുകിപ്പോവും. അപ്പോൾ ആ കറിയും കൂടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബായ്.